തീർച്ചയായിട്ടും ഇന്ന് ആൾക്കാർക്കുള്ള ഏറ്റവും വലിയൊരു ബാധ്യതയാണ് നമുക്ക് പെട്ടെന്ന് രോഗം വന്നാലുണ്ടാകുന്ന ബാധ്യത. അതുകൊണ്ട് തന്നെ ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിൽ ആളെ ചേർത്താൻ വേണ്ടി കമ്പനികൾ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും ഏജൻറ്റുമാരുടെ വാക്കുകളിലും മോഹന വാഗ്ദാനങ്ങളിലൊക്കെ വീണ് അവസാനം ക്ലെയിമൊന്നും കിട്ടാത്ത സാഹചര്യം വരാറുണ്ട്. ഇത്തരം ഘട്ടത്തിലാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്. ഒരു ശരിയായ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങളിൽ ഒന്നാണ്. പലരും ചിലപ്പോൾ എന്താ ചെയ്യുക, പ്രീമിയം നോക്കിയിട്ടോ ഒക്കെയാണ് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുക. എന്നാൽ ഒരു ഇൻഷുറൻസിൻ്റെ മികച്ച ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് അതിന് നോക്കേണ്ട കുറച്ച് കാര്യം, ഒന്ന് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ആണ്. ആശുപത്രി നെറ്റ്വർക്കുകൾ, ഏതൊക്കെ ആശുപത്രിയിൽ ക്യാഷ്ലെസ് സംവിധാനം ഉണ്ട് നോക്കണം. കവറേജിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ട് നോക്കണം. ചിലപ്പോൾ എനിക്ക് ഒരു ഓപ്പറേഷനൊക്കെ വന്ന സമയത്ത് അതിൻ്റെ കവറേജ് നോക്കിയപ്പം അവിടെ ചില കാര്യങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അതൊക്കെ നോക്കണം. പിന്നെ അതിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് നോക്കണം. പലപ്പോഴും ഞാൻ തന്നെ ഒരു ക്ലെയിമിൻ്റെ പ്രശ്നം വന്നപ്പം ആ കസ്റ്റമർ സപ്പോർട്ടിൽ എത്തിപ്പെടാൻ കുറച്ച് വൈകിയിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തണം. ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മെഡിക്കൽ അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്ക് സാമ്പത്തിക സമ്മർദ്ദമില്ലാതെ ഒരു മികച്ച ചികിത്സ ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ ചിലപ്പോൾ തെറ്റായ ഒരു കമ്പനിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മളെ ക്ലെയിം വൈകാൻ കാരണമാകും. പരിമിതമായിട്ടുള്ള ആശുപത്രികളിൽ മാത്രമേ അതിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അമിത ചിലവുകൾ ഉണ്ടാക്കുന്ന കാരണമാകും. അപ്പോൾ ഇതിൽ നോക്കേണ്ട കുറച്ച് ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഒന്ന് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ആണ്. ഒരു ഇൻഷുറൻസ് കമ്പനി ലഭിക്കുന്ന ക്ലെയിമുകളിൽ എത്ര ശതമാനം ക്ലെയിമുകൾ തീർപ്പാക്കുന്നു എന്നതാണ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. ഉയർന്ന റേഷ്യോ ഉള്ള ഒരു കമ്പനിയെ നമുക്ക് നന്നായിട്ട് വിശ്വസിക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 95% മുകളിൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉള്ള കമ്പനികളാണ് തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഇൻഷുറൻസ് കവർ ചെയ്യുന്ന നെറ്റ്വർക്ക് ആശുപത്രികൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. ഇപ്പോൾ ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കുന്ന ആശുപത്രികളുടെ എണ്ണം പരിശോധിക്കുക. വിശാലമായിട്ടുള്ളൊരു ആശുപത്രി ശൃംഖല ഉള്ള ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുമ്പോൾ ഒരു അടിയന്തര ഘട്ടത്തിൽ നമുക്ക് എവിടെയും പെട്ടെന്ന് ചികിത്സയ്ക്ക് എത്താൻ പറ്റില്ല. നമ്മളിങ്ങനെ നോക്കിക്കേണ്ടി വരും. ഇവിടെ പ്രീപെയ്ഡ് ഉണ്ടോ, ഇവിടെ ക്യാഷ്ലെസ് ഉണ്ടോ, അവിടെ ക്യാഷ്ലെസ് ഇല്ലേ എന്നൊക്കെ നോക്കേണ്ടി വരും. പിന്നെ ഒരു ഇൻഷുറൻസ് പോളിസിയിൽ അതിൻ്റെ കവറേജിൻ്റെ ആനുകൂല്യങ്ങൾ നോക്കണം. പോളിസിയുടെ സവിശേഷതകൾ വിശദമായി പരിശോധിക്കുക. താഴെ പറയുന്ന ആനുകൂല്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക കേട്ടോ. ആശുപത്രിയിൽ വസിക്കുന്നതിനുള്ള ചിലവുകൾ, ഡേ കെയർ ചികിത്സക്ക് മുമ്പും ശേഷവും വരുന്ന ചിലവുകൾ, ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള കവറേജ്, മാനസികാരോഗ്യ ചികിത്സയുടെ കവറേജ്, പിന്നെ ആയുഷ് ചികിത്സ കവറേജ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ നോക്കേണ്ടത് വെയിറ്റിംഗ് പീരീഡാണ്. മുൻകൂട്ടിയുള്ള രോഗങ്ങൾക്കും പിന്നെ ചില പ്രത്യേക ചികിത്സകൾക്കും ഒരു കാത്തിരിപ്പിൻ്റെ കാലാവധി ഉണ്ടായിരിക്കും. അതെത്രയാണെന്ന് നോക്കുക. കുറഞ്ഞ വെയിറ്റിംഗ് പീരീഡുള്ള പോളിസികൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുക. സോൾവൻസി റേഷ്യോ ആണ് പിന്നെ നോക്കേണ്ടത്. ഇൻഷുറൻസ് കമ്പനിയുടെ സാമ്പത്തിക ശേഷി വ്യക്തമാക്കുന്നത് സോൾവൻസി റേഷ്യോ ആണ്. സാമ്പത്തികമായ ശക്തമായിട്ട് കമ്പനി ക്ലെയിമുകൾ ഉള്ള കമ്പനികൾ കാര്യക്ഷമമായി തീർപ്പാക്കുന്ന കമ്പനികളാണ്. പിന്നെ കസ്റ്റമർ സർവീസാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു മെഡിക്കൽ അടിയന്തര സാഹചര്യത്തിൽ മികച്ച കസ്റ്റമർ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായങ്ങളും പരാതികളും പരിഹാരങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പരിശോധിക്കാം. പിന്നെ ഓരോ പ്രീമിയം നോക്കുമ്പോഴും അതിൻ്റെ ആനുകൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. പ്രീമിയം മാത്രം നോക്കി പോളിസി തിരഞ്ഞെടുക്കേണ്ടത്. ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, കവറേജുകൾ തുടങ്ങിയൊക്കെ താരതമ്യം ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണോ എന്നുള്ളത് ഉറപ്പാക്കാം. ഒഴിവാക്കേണ്ട സാധാരണ പിഴവുകൾ എന്തൊക്കെയാണ്? പ്രീമിയം മാത്രം പരിഗണിച്ച് പോളിസി തിരഞ്ഞെടുക്കുക, വെയിറ്റിംഗ് പീരീഡ് അവഗണിക്കുക, നെറ്റ്വർക്ക് ആശുപത്രികൾ പരിശോധിക്കാതിരിക്കുക. പിന്നെ എന്തൊക്കെയാണ് ഇതിന്ന് ഒഴിവാക്കിയതും സബ് ലിമിറ്റുകളും വായിക്കാതെ നോക്കുക. ചിലപ്പം ഈ റോബോട്ടിക് സർജറിക്കൊക്കെ ചിലപ്പോൾ അതിൽ കവർ ചെയ്തിട്ടുണ്ടാവില്ല, അതൊക്കെ പരിശോധിക്കണം. പിന്നെ മതിയായ രീതിയിൽ നമ്മൾ കവറേജ് എടുക്കാതിരിക്കുക തുടങ്ങിയതാണ്. ഒരു ശരിയായ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സംരക്ഷണം മാത്രമല്ല, നമ്മുടെ മനസ്സമാധാനവും നൽകുന്ന കമ്പനിയായിരിക്കണം. ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ, ആശുപത്രി ശൃംഖല, പോളിസി സവിശേഷതകൾ, ഉപഭോക്തൃ സേവനം,
അവരുടെ സാമ്പത്തിക ശക്തി തുടങ്ങിയവയൊക്കെ പരിശോധിക്കുക. ഓക്കെ.